ഹായ് ഓൾ, വെൽക്കം ടു മറിയം ഫാക്സ്. ഇന്ന് കുറച്ച് വൈറ്റ് സാരികളുടെ കളക്ഷൻസ് ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വരുന്ന ഒരു കട്ട് വർക്ക് സാരി ആട്ടോ. ഇതൊരു സെമി റോ സിൽക്ക് മെറ്റീരിയലാണ് തന്നെ, പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആട്ടോ. ഇതിൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു മെറ്റീരിയലും ഇങ്ങനെ. മുന്താണിയുടെ ഭാഗം ഇങ്ങനെ, ആ ബോർഡർ ഫുള്ളായിട്ട് ഇങ്ങനെ പോയേക്കുക. താഴത്തെ ബോർഡർ ഏകദേശം ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട്. മേളിലത്തത് ഈ നമ്മൾ ഉടുത്ത് കാണുന്ന ഭാഗം വരേ ഉള്ളൂ. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഈ സെയിം മെറ്റീരിയൽ തന്നെയാട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1810. നെക്സ്റ്റ് വരുന്നത് ഒരു സെമി റോ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ്. അതിൽ വർക്ക് ഇങ്ങനെയാട്ടോ വരുന്നത്. ഇങ്ങനെ ഫുൾ ത്രെഡ് എംബ്രോയ്ഡറിയാണ് വരുന്നത്. ഇങ്ങനെ മുന്താണി ഇങ്ങനെ വരുന്നു. സാരിയുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ ഉള്ളൂ കേട്ടോ വർക്ക്. ബാക്കി ഹാഫ് പോർഷനേ വർക്ക് വരുന്നുള്ളൂ. ഇത് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെയും ഉപയോഗിക്കാൻ നല്ല സാരി ആട്ടോ. ബാപ്റ്റിസത്തിനും ഹോളി കമ്മ്യൂണിയനും ചർച്ച് വെയർ ഒക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1490. നെക്സ്റ്റ് വരുന്നത് നെറ്റ് കോട്ട സാരി ആട്ടോ. അതിൽ ഇതുപോലത്തെ നല്ല ചിക്കൻ കാരി വർക്ക് പോലത്തെ നല്ല ത്രെഡ് എംബ്രോയ്ഡറിയാണ് വരുന്നത്. ഇങ്ങനെയാട്ടോ വർക്ക് വരുന്നത്. പ്ലീറ്റ്സിൻ്റെ ഭാഗം മുതൽ ഹാഫ് പോർഷനേ വർക്ക് വരുന്നുള്ളൂ. ഇങ്ങനെയാട്ടോ വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ആണെങ്കിൽ ഈ മെറ്റീരിയൽ അല്ല, ഇതിൽ ഇച്ചിരി കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെയാട്ടോ സാരി വരുന്നത്. നല്ല ചർച്ച് വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാനും പേരൻസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല സാരിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1380. നെക്സ്റ്റ് ഒരു ഓർഗൻഡി സാരി ആട്ടോ. ഇതിൽ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻഡി സാരിയാണ്. ഇതിൻ്റെ മുന്താണി പോർഷനിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. താഴത്തെ ബോർഡറിൽ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട്. മേളിലത്തെ ബോർഡറിൽ ഹാഫ് പോർഷനേ വർക്ക്, ഈ നമ്മൾ ഉടുക്കുന്ന ഭാഗം വരെ കേട്ടോ വർക്ക് വരുന്നുള്ളൂ. ഇതിൻ്റെ ബോഡിയിൽ ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻസും ഉണ്ട്. ബ്ലൗസ് പീസ് സെയിം തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1780. നെക്സ്റ്റ് ഇതൊരു ഓർഗൻഡി സാരി തന്നെയാണ് കേട്ടോ. ഇതിൽ വർക്ക് മുന്താണിയിൽ ഇങ്ങനെ വരുന്നു. ബോഡി പോർഷനിൽ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് വരുന്നത് ഇങ്ങനെ. അതുപോലെ ബോർഡർ ഇതുപോലെ ഈ വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, സെയിം വൈറ്റ് തന്നെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1080. ഇതൊരു കോട്ടൺ സാരി ആട്ടോ. ഇതിൽ മുന്താണിയിൽ ഇങ്ങനെ വർക്ക് വരുന്നു. ബോഡിയിൽ ചെറിയ ചെറിയ ഫ്ലവർ, ഒത്തിരി വർക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാരി ആട്ടോ. കുറച്ച് ഭാഗം ബോർഡറിൽ ഇതുപോലെ വർക്കും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഭാഗം ബോർഡറിൽ വർക്കുണ്ട്. ബ്ലൗസ് പീസ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 825. നെക്സ്റ്റ് വരുന്നത് ഒരു നെറ്റ് കോട്ട സാരി ആട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. നമ്മൾ ഈ ഒരു ബോർഡറിൽ മാത്രമേ ഇതുപോലെ വലിയ ഫ്ലവർ ഡിസൈൻ വരുന്നുള്ളൂ. പിന്നെ ബോഡിയിൽ ചെറിയ ചെറിയ ഫ്ലവറാണ് വരുന്നത്. ഉടുക്കുന്ന പ്ലീറ്റ്സിൻ്റെ ഭാഗം മുതൽ ഹാഫ് പോർഷനേ വർക്ക് വരുന്നുള്ളൂ. ബ്ലൗസ് പീസ് ഇതിൽ ഇച്ചിരി കട്ടിയുള്ള ഈ മെറ്റീരിയലാട്ടോ ബ്ലൗസ് പീസായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1220. നെക്സ്റ്റ് വരുന്ന ഒരു കോട്ടൺ സാരി ആട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. ബോഡിയിൽ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവർ വരുന്നുണ്ട്. ഇതുപോലെ നമ്മൾ താഴത്തെ ഈ ഒരു ബോർഡറിൽ വലിയ ഫ്ലവർ ഡിസൈനും വരുന്നുണ്ട്. മേളിലേക്ക് ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് പീസ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, സെയിം തന്നെ. 1020. ഇപ്പോൾ കാണിച്ച കോട്ടൺ സാരിയുടെ തന്നെ വേറൊരു ഡിസൈൻ ആട്ടോ ഇത്. ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരുന്നത്. റേറ്റ് സെയിം തന്നെ 1020. നെക്സ്റ്റ് ഒരു കോട്ടൺ അല്ല, ഗഡ്വാൾ കോട്ടൺ എന്നാട്ടോ പറയുന്നത്. ഈ ലിനൻ്റെ ഒക്കെ ഏകദേശം സെയിം. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സാരി ആട്ടോ. ഇങ്ങനെ കിടന്നോളൂ.
ഇങ്ങനെ ബോർഡറിൽ ഇങ്ങനെ ത്രെഡിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. മുന്താണി ഇങ്ങനെ ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ ചെറിയ ഫ്ലവർ ഡിസൈനും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 720. ഈ കാണിച്ച സാരികളിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ. താങ്ക് യു.